ഇഷ്ടോളിയാ, നീ വിഷമിക്കണ്ട. നമുക്ക് ആ തെക്കേക്കരയിലെ വത്സേണ്ണന്റെ മോളെ നിനക്കങ്ങ് ആലോചിക്കാം. നാട്ടുകാരത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവള് നല്ലൊരു പെണ്ണാ. അത് വിട്. വത്സേണ്ണൻ എന്ത് നല്ല കുടുംബം. ഇന്ന് രാവിലെ ബിവറേജ് വെച്ച് കണ്ടതേ ഉള്ളൂ. ചാടി കയറിയതാ, സാധനം ഇങ്ങ് എടുത്ത് തന്നില്ലേ. ഇതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാ. വത്സേണ്ണൻ വേണ്ട. ആ കരപ്പ വത്സനെ അവന്റെ മോൾ ആ കരക്കമ്പി രേണുവിനെ എന്റെ തലക്ക് വെച്ച് കെട്ടാൻ നോക്കണ പട്ടി. എന്നെ നോക്കണ IT കമ്പനി ജോലി, 6 അടി കൂടുതൽ പൊക്കം, വെളുത്ത നിറം, 37 വയസ്സ്, മൂക്കില് പല്ല്. നിനക്കറിയാം ഞാൻ എന്റെ പ്രായം കുറച്ച് കാണിക്ക വീട്ടിൽ വരെ പാൻസാ ഇടുന്നത് അറിയാമോ? പാന്റ് വലിഞ്ഞു പോത്തേ ഉള്ളൂ. അമ്മയ്ക്ക് കൂട്ടാരും ഫോൺ അടിക്കുന്നു. കേട്ട് ഇവനെ ചിരിക്കുകയാണ്, കരയാണ്. ഗൾഫ് കിരൺ കട്ടാക്കിയല്ലോ. ഒരു വീഡിയോ അയച്ചു എന്നാ പിന്നെ വീഡിയോ കോള് വിളിച്ചാ പോരായിരുന്നു. കിരൺ പാട്ട് പാടുന്നതാ തോന്നുന്നു. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സത്യങ്ങൾ പറയാനുള്ളയാ. മരിക്കുന്നതിന് മുമ്പ് ഇനി കാലിന്റെ ഇടയ്ക്കുള്ള പോകുമ്പോ നമ്മൾ രണ്ടുപേരും ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ബൈബയുടെ അന്ന് നിന്റെ പ്രോജക്റ്റ് എടുത്ത് മഞ്ജുന്റെ ആകെ വെച്ച് നിങ്ങളെ തമ്മിലടിയതിന് കാരണം ഞാനാളെയാ. കാരണം എനിക്ക് അവളെ ഇഷ്ടമായിരുന്നളയാ. ഫസ്റ്റ് ലവ് കൂടെ ഇതൊക്കെ ഒരു പഴയ കാര്യമില്ലേ, ഇങ്ങോട്ട് വെച്ച ബാക്കി കേക്കട്ടെ. ഇവിടെ എപ്പോഴും ഇങ്ങനെയാളെയാ. എന്തെങ്കിലും പുകയുമ്പോ ഇതൊക്കെ അത് പേടിച്ചിട്ടളയാ അങ്ങനെ വരുന്ന. PGക്ക് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നിനക്കൊരു പെണ്ണ് സെറ്റായില്ലേ മറിയം. അവളെ വീട്ടിൽ രാത്രി നീ കേറുന്നെന്നൊക്കെ പറഞ്ഞ് അവളെ തന്നെ കൊണ്ട് നിന്നെ തല്ലിപ്പിച്ച് ആശുപത്രി കിടത്തിയതും നീ പരീക്ഷയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ചെയ്തളയാ. സത്യം മഹാഭാവി. അന്നങ്ങേര് തല്ലി പിടിച്ച കാലിലെ കമ്പി ഇപ്പോഴും കിടക്കുക. കമ്പിയാ പ്രശ്നം. കേറിക്കോളൂ, നീ സങ്കടപ്പെടണ്ട, ഇനിയുണ്ടല്ലോ കാണാൻ. പിന്നെ അളിയാ നിനക്കൊരു ആലോചന വന്നില്ലായിരുന്ന തങ്കശ്ശേരിയിലുള്ള കർണം കോൺട്രാക്ടർ മോളുടെ നല്ലൊരു ആലോചന. ആലോചന മുടക്കുന്നത് ഞങ്ങളാണ്. ഞാനും ആ തടിയന്റെ ആകലും കൂടെ. വേറെ ഉണ്ടല്ലോ 2 രാഹുല്. ഒന്ന് മഞ്ചട്ടി രാഹുല്, ഒന്ന് പാക്കുവെട്ടി രാഹുൽ. രണ്ടിനും ചാള വിട്ട് ഞാൻ ജീവമില്ലാത്തവന്മാരാ. നീ തന്നെ തടിയൻ രാഹുല്. അവനവന്ന് പറഞ്ഞത് നീ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാ കാറും ബംഗ്ലാവും വല്ലെത്തിയിട്ടും നീ വലിയ നിലയിലാവും. അത് ഞങ്ങൾക്ക് 2 പേർക്കും സഹിക്കാൻ പറ്റില്ലടാ. സമയമൊക്കെ ഒരുപാടായി. പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലം, നമുക്കൊക്കെ പോയാലോ? ബാക്കി കൂടെ കണ്ടിട്ടേ പോന്നോളൂ. അതുകൊണ്ടാണ് അയാളെ വീട്ടിൽ പോയതും. അയാളെ വീട്ടിൽ ചെന്നിട്ട് അയാളെ കണ്ടിട്ട് നിനക്ക് തമിഴ്നാട്ടിൽ ചെമ്പകം എന്ന് പറയുന്ന ഒരു പെണ്ണായിട്ട് ബന്ധമുണ്ടെന്ന്, ആ പെണ്ണിന് 2 പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തത് എല്ലാം രാഹുലാണ്. എന്താ ഒരു ഷോപ്പ്